السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه كلهم أجمعين. اللهم صل على محمد النبي عدد من صلى عليه من خلقك. اللهم صل على محمد النبي كما ينبغي لنا أن نصلي عليه. اللهم صل على محمد النبي كما أمرتنا أن نصلي عليه وعلى آله وصحبه وسلم. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن المتقين في جنات وعيون آخذين ما آتاهم ربهم إنهم كانوا قبل ذلك محسنين. كانوا قليلا من الليل ما يهجعون وبالأسحار هم يستغفرون وفي أموالهم حق للسائل والمحروم. وفي الأرض آيات للموقنين وفي أنفسكم أفلا تبصرون. صدق الله مولانا العظيم، وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. ومن هو الآية الكبرى لمعتبري، ومن هو النعمة العظمى لمغتنمي. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. كن في الدنيا كأنك غريب أو عابر سبيل، وعد نفسك من أصحاب القبور. صدق محمد رسول الله صلى الله عليه وسلم. സർവാധരണീയരായ പണ്ഡിതന്മാരെ, പ്രാസ്ഥാനിക നേതാക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ
മഹത്തായ അനുഗ്രഹത്താൽ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻ ആത്മജ്ഞാനികളുടെ നേതാവ് എന്ന ശീർഷകത്തിൽ 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ പ്രഭാഷണത്തിലൂടെ ആരായിരുന്നു ഇബ്രാഹിം ഇബ്നു അദ്ഹം എന്നും അവരുടെ ജീവിത പാഠങ്ങളിലെ നുറുങ്ങുകളിൽ നമുക്ക് പഠിക്കാനുള്ള പാഠങ്ങൾ എന്തൊക്കെയാണെന്നുമാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നാം ചർച്ച ചെയ്തത്. വിശിഷ്യ ഇന്നലെ നാം അത് കേട്ടു മനസ്സിലാക്കി. ഇന്നത്തോടുകൂടെ ഈ വിഷയത്തിൻ്റെ പൂർത്തീകരണം നടക്കുകയാണ്. ഞാൻ തുടക്കത്തിലേ പറഞ്ഞതാണ്, ഇബ്രാഹിം ഇബ്നു അദ്ഹമിൻ്റെ പൂർണ്ണ ജീവചരിത്രം പറയലല്ല എൻ്റെ ലക്ഷ്യം. ആ മഹാനെ ഒന്ന് പരിചയപ്പെടുക, അതോടൊപ്പം നമ്മുടെ ജീവിതത്തിൽ ഒരു മഹാന്റെ ജീവിതത്തിൻ്റെ ചുവട് പിടിച്ച് ഒരു തിരുത്തൽ സാധ്യമാണോ എന്നാലോചിക്കുക. ഇതുമാത്രമാണ് ലക്ഷ്യം. അള്ളാഹു ആ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ എന്ന് പ്രത്യേകം ദുആ ചെയ്യാം. ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ അള്ളാഹുവിനെ കുറിച്ച് വല്ലാതെ ഭയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ ഹൃദയം, ഇതിൻ്റെ ചെറിയ ഒരു ചിത്രം നമുക്ക് ഇന്നലെ ലഭിച്ചു. എല്ലാ അർത്ഥത്തിലും നിശബ്ദമായി കിടക്കുന്ന മഖ്ബറയിൽ ചെന്ന് മഹാനവറുകൾ പ്രഖ്യാപിച്ച പ്രഖ്യാപനം നാം കേട്ടുകഴിഞ്ഞു. ബഹുമാനപ്പെട്ടവരുടെ ജീവിതത്തിലെ ക്ഷമയെക്കുറിച്ച് നാം ധാരാളം കേട്ടു. ഏറ്റവും കൂടുതൽ നമ്മെ ആകർഷിപ്പിച്ച ഒരു ഭാഗമായിരിക്കും അത്. ജീവിതത്തിൽ ആകെ 3 തവണയാണ് ഞാൻ സന്തോഷിച്ചത് എന്ന് പറഞ്ഞ ആ 3 തവണകൾ കേട്ടപ്പോൾ നമുക്ക് അത്ഭുതം തോന്നി. നമ്മളാണെങ്കിൽ എപ്പോഴോ പൊട്ടിത്തെറിച്ച് എന്തൊക്കെയോ സംഭവിച്ചിരിക്കാൻ സാധ്യതയുള്ള സമയങ്ങളും സന്ദർഭങ്ങളും, ആ സന്ദർഭങ്ങളിൽ വൽ കാളിമീനൽ ഗൈദ് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ് പുകഴ്ത്തിയ ആ വിഭാഗത്തിൽ എനിക്ക് ഉൾപ്പെടാൻ പറ്റിയല്ലോ, അതിന് പറ്റിയ കോപം ഒതുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല 3 അവസരങ്ങൾ എനിക്ക് ജീവിതത്തിൽ കിട്ടിയല്ലോ എന്ന് കരുതി സന്തോഷിച്ചു എന്ന് നാം കേട്ടു. അവിടുത്തെ ജീവിത ലാളിത്യത്തെക്കുറിച്ച് നമ്മൾ അല്പസ്വല്പമൊക്കെ കേട്ടു. ഇന്ന് നമ്മൾ ചർച്ച തുടരുന്നത് അവരുടെ ജീവിതത്തിൽ നിന്നും അടർത്തിയെടുത്ത മറ്റു ഏതാനും നുറുങ്ങുകളാണ്. ബഹുമാനപ്പെട്ടവര് അള്ളാഹുവിന് ആരാധനകൾ അർപ്പിക്കുന്നതിൽ എന്നും സ്വഫവ്വലിലായിരുന്നു. ഒരാൾക്കും പരാജയപ്പെടുത്താൻ ആകാത്ത വിധം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അള്ളാഹുവിനെ ആരാധിക്കാൻ ബഹുമാനപ്പെട്ടവർ സമയം കാണുകയാണ്. എവിടെയാണ് ബഹുമാനപ്പെട്ടവരുടെ ഇബാദത്ത് എടുത്തു കാണിക്കുന്ന ചിത്രങ്ങളുള്ളത്? ധാരാളം ചരിത്ര കിതാബുകളിൽ ഇത് എഴുതി വെച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഹില്യത്തുൽ ഔലിയ, അങ്ങനെ തുടങ്ങിയിട്ട് സഫുവ തുടങ്ങിയ ഗ്രന്ഥങ്ങളെല്ലാം ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിത ചരിത്രത്തിൽ നിന്ന് അവിടുത്തെ ഇബാദത്തിൻ്റെ വലിപ്പം എടുത്തു കാണിക്കാൻ ഒരുപാട് പരിചയപ്പെടുത്തുന്നുണ്ട്. ആ കൂട്ടത്തിൽ പരിശുദ്ധ റമളാനിൽ മഹാനവറുകൾക്കുണ്ടായിരുന്ന ശീലം നമ്മെ പരിചയപ്പെടുത്തുന്നു. അബൂ ഇസ്ഹാഖുൽ ഫസാരി റഹ്മത്തുള്ളാഹി അലൈഹി ഇബ്രാഹിം ഇബ്നു അദ്ഹമിൻ്റെ ആധ്യാത്മിക വേദിയിലെ കൂട്ടുകാരനായിരുന്നു.
ഇബ്നു ബഷാറിനെ പോലെ കഴിഞ്ഞ ദിവസം നാം കേട്ട പല മഹാന്മാരുടെയും പേരുകൾ ആ കൂട്ടത്തിൽ ഒരാളായിരുന്നു ഇദ്ദേഹം. അദ്ദേഹം പറയുന്നു, ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു റമളാൻ മാസത്തിൽ പകൽ സമയത്ത് മുഴുവൻ കൃഷി കൊയ്യാൻ വേണ്ടി പോകും. ഞാൻ പറഞ്ഞല്ലോ, പ്രധാനമായും അവിടുത്തെ ഉപജീവന മാർഗം പാടത്ത് കൊയ്യാൻ പോകാറായിരുന്നു. ഇതായിരുന്നു പ്രധാനമായ ജോലി. രാവിലെ മുഴുവൻ നോമ്പ് നോറ്റ് കൊയ്യാൻ പോകും. നോമ്പ് ഉപേക്ഷിക്കാതെ ഇത്രയും കടുത്ത ജോലി ചെയ്ത് രാത്രി വന്ന് സുഖമായി കിടന്നുറങ്ങുകയല്ല, രാത്രി മുഴുവൻ സുന്നത്ത് നിസ്കാരത്തിൽ മുഴുകുകയും ചെയ്യും. കേവലം ഫർള് നിസ്കാരങ്ങളും തറാവീഹും വിത്റും കഴിഞ്ഞ് നിർത്തുകയല്ല, രാത്രിയിൽ ഒരുപാട് സമയം റമദാനിന്റെ പുണ്യമാക്കപ്പെട്ട രാവുകളാണെന്ന് കരുതി ബഹുമാനപ്പെട്ടവർ നിസ്കരിച്ചുകൊണ്ടേയിരിക്കും. 30 ദിവസം ഞാൻ ബഹുമാനപ്പെട്ടവരെ നിരീക്ഷിച്ചിട്ടുണ്ട്. ലം യനം ബില്ലൈലി വലാ ബിന്നഹാർ. 30 ദിവസം തുടരെയായിട്ട് ബഹുമാനപ്പെട്ടവർ രാത്രിയോ പകലോ ഉറങ്ങിയത് കണ്ടിട്ടില്ല. അബൂ ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇത് റമദാനിന്റെ 30 ദിനരാത്രങ്ങൾ ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കി. നമുക്ക് ആലോചിക്കാൻ പറ്റുമോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? ഇങ്ങനെയുള്ള ഒരവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ല. വിശ്രമിക്കാതെ ഇബാദത്തിൽ മുഴുകാൻ അള്ളാഹു പ്രത്യേക തൗഫീക്ക് നൽകിയത് കൊണ്ട് മാത്രമാണ്. ഇത് മഹാനവറുകളുടെ ഒരു കറാമത്തായി വേണമെങ്കിൽ അങ്ങനെയും നമുക്ക് വായിക്കാവുന്നതാണ്. 15 നിസ്കാരങ്ങൾ, ഫർള് നിസ്കാരങ്ങൾ ഒറ്റ ഉദൂ കൊണ്ട് നിർവഹിച്ചത് എനിക്കറിയാമെന്ന് അബൂ സുലൈമാൻ ഉദ്ദാറാനി റളിയല്ലാഹു അൻഹു പരിചയപ്പെടുത്തുന്നു. എന്ന് പറഞ്ഞാൽ 3 ദിവസത്തോളം ഒറ്റ ഉദൂഇൽ പിടിച്ചു നിന്നു എന്നൊക്കെ പറഞ്ഞാൽ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമുക്കതിൽ അതിശയോക്തി തോന്നും. കറാമത്തുകളുടെ കൂട്ടത്തിൽ എണ്ണാൻ പറ്റുന്ന വിഷയങ്ങളാണിത് മുഴുവനും. ബഹുമാനപ്പെട്ട മഖ്ലദ് ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു, ആ ആത്മീയ സദസ്സിലെ മറ്റൊരു കൂട്ടുകാരൻ, ബഹുമാനപ്പെട്ടവർ പറയുന്നത് കാണാം, ഞാൻ രാത്രി സമയത്ത് എപ്പോഴുണരുന്നോ, മന്ദബഹ്തു മിനൽ ലൈലി ഇല്ലാ അസ്വബ്തു ഇബ്രാഹിം ഇബ്നു അദ്ഹം യദ്കുറുല്ലാഹ് ഫഅഗ്തം. ഞാൻ രാത്രി ഉണരുമ്പോഴൊക്കെ ഇബ്രാഹിം ഇബ്നു അദ്ഹം എഴുന്നേറ്റിരുന്ന് ദിക്റ് ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരിക്കും. അള്ളാഹുവിന് ദിക്റുകൾ ചൊല്ലി മന്ത്രോച്ചാരണങ്ങളിൽ മുഴുകിയിരിക്കുകയായിരിക്കും ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു. അത് കാണുമ്പോൾ ഫഅഗ്തമ്മു, പടച്ചോനെ എനിക്കിങ്ങനെ കഴിയുന്നില്ലല്ലോ, എനിക്കിതിന് സാധിക്കുന്നില്ലല്ലോ എന്ന മനോവ്യഥ എന്നെ വേട്ടയാടും. ബഹുമാനപ്പെട്ടവർ പറയാണ്, എനിക്കിതുപോലെ ഇബാദത്ത് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന ആ സങ്കടം എന്നെ പിടികൂടുമ്പോൾ സുമ്മ തഅസ്സാ ബിഹാദിഹില്ലായ, പിന്നെ എനിക്ക് ആകെയുള്ള ഒരു സമാധാനം ഈ ഒരായത്ത് മാത്രമാണ്. അതാണ് ഓതിയിട്ട് പിന്നെയും ഞാൻ അങ്ങോട്ട് കിടക്കും. നമുക്കൊക്കെ എളുപ്പത്തിന് ഇതേ ഒരു മാർഗം ഉണ്ടാവുള്ളൂ. നല്ല ഇബാദത്ത് ചെയ്യുന്ന ആളുകളെ കാണുമ്പോൾ നമുക്കും പലപ്പോഴും തോന്നിപ്പോകുന്ന ഒരു സംഗതിയായിരിക്കും. മഹാനവറുകൾ പറയും, കുറേ സങ്കടപ്പെടും, പിന്നെ അവസാനം ഈ ആയത്തിൽ സമാധാനിക്കും. ദാലിക ഫദ്ലുല്ലാഹി യുഅ്തീഹി മൻ യശാ. ദാലിക ഫദ്ലുല്ലാഹി യുഅ്തീഹി മൻ യശാ. അല്ലാഹു അവനിച്ഛിക്കുന്നവർക്ക് മാത്രം വെച്ചു നീട്ടുന്ന പ്രത്യേക ഔദാര്യം. അങ്ങനെ ഞാൻ മനസ്സിലാക്കുന്നതോടുകൂടെ അതിലങ്ങോട്ട് സമാധാനിച്ചിട്ട് തൽക്കാലം ഞാൻ വീണ്ടും കിടന്നുറങ്ങും. ബഹുമാനപ്പെട്ട മഖ്ലദ് ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു പറയുന്ന ഇങ്ങനെ നമുക്ക് ധാരാളം സംഭവങ്ങൾ പ്രിയപ്പെട്ടവരെ കാണാൻ കഴിയുന്നു. ഒരിക്കൽ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ ഹജ്ജ് യാത്രയിലുള്ള ഒരു സഹയാത്രികൻ, അദ്ദേഹം ഒരു അനുഭവം പറയുന്നു. ബിത്തു ലൈലത്തൻ ഇന്ദ ഇബ്രാഹിം ഇബ്നി അദ്ഹം. ഇബ്രാഹിം ഇബ്നു അദ്ഹമിൻ്റെ അടുത്ത് ഒരു രാത്രി ഞാൻ കിടന്നുറങ്ങി. ഞാനും കിടന്നു, ഇബ്രാഹിം ഇബ്നു അദ്ഹമും കിടന്നു. ഇശാ നിസ്കരിച്ചു. ഒരു കരിമ്പടം എടുത്ത് പുതച്ചു.
ശരീരത്തിൽ മൂടിപ്പൊതച്ച് സുഖമായിട്ട് കിടന്നുറങ്ങി. ഫജ്റായപ്പോൾ എഴുന്നേറ്റു. അതുവരെ അനങ്ങിയിട്ടില്ല. ഞാനും അടുത്തുണ്ട്. ഞാൻ കണ്ട രംഗമാണ്. ഫജ്ർ വരെ ആ പുതപ്പിനുള്ളിൽ നിന്ന് ഒന്നിളകുന്നത് പോലും ഞാൻ കണ്ടിട്ടില്ല. ഒമാ തഹറക ഇലാ തുലൂഇൽ ഫജ്ർ. പക്ഷേ ഫജ്റു സാദിഖ് വെളിവാകുന്നതോടുകൂടെ ആൾ എഴുന്നേറ്റിട്ട് പെട്ടെന്ന് സുബഹി നിസ്കരിക്കുന്നു. ഒമാ തവല്ല, വുളൂ ചെയ്തിട്ടില്ല. ഞാൻ ചോദിച്ചു, ഇതെന്താണ്? രാത്രി നേരം വെളുക്കോളും പുതപ്പും മൂടി കിടന്നുറങ്ങിയിട്ട് സുബഹി നിസ്കരിക്കാൻ വുളൂ ചെയ്യണ്ടേ എന്ന് ചോദിച്ചപ്പോൾ, ദീർഘമായ രാത്രി കിടന്നുറങ്ങിയിട്ട് നിങ്ങളുടെ വുളൂ നഷ്ടപ്പെട്ടിട്ടില്ലേ എന്ന ചോദ്യം ഞാൻ മഹാനവറുകളോട് ചോദിച്ചപ്പോ മഹാനവറുകൾ എന്നോട് പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? കുന്തു ഫീ ഹാദിഹിൽ ലൈല. മോനെ, നിങ്ങൾ ഒരുപക്ഷെ കണ്ടത്, പ്രിയപ്പെട്ട സുഹൃത്തെ, നിങ്ങൾ ഒരുപക്ഷെ കണ്ടത് ഞാൻ പുതപ്പിട്ട് മൂടിക്കിടക്കുന്നതായിരിക്കും, അനങ്ങാതെ കിടക്കുന്നതായിരിക്കും. ഞാൻ നന്നായി ഉറങ്ങുകയാണെന്നാ നിങ്ങൾ ധരിച്ചതെങ്കിൽ അങ്ങനെയല്ല. കുന്തു ഫീ ഹാദിഹിൽ ലൈലത്തി ജായിലൻ ഫീ റിയാദിൽ ജന്നതി അഹ്യാന വഫീ സാവിയത്തിൻ നാരി അഹ്യാന ഫഹൽ ഫീ ദാലിക നൗമുൻ യാ അഖീ. എന്താ പ്രിയപ്പെട്ട സുഹൃത്തെ നീ കരുതിയത്? ഞാൻ രാത്രി കിടക്കുമ്പോൾ ഈ ഒരു രാത്രി മുഴുവനും കുന്തു ജായിലം ഫീ റിയാദിൽ ജന്ന, ഞാൻ സ്വർഗീയ ആരാമങ്ങളിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു, ചുറ്റിയടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ജായിലൻ ഫീ റിയാദിൽ ജന്ന അഹ്യാനൻ. ചില സമയം ഞാൻ സ്വർഗീയ ആരാമങ്ങളിലൂടെ ഇങ്ങനെ കറങ്ങുന്നത് ഞാൻ ഇങ്ങനെ കണ്ടു. എന്ന് പറഞ്ഞാൽ എൻ്റെ ചിന്തക്ക് ചൂട് പിടിച്ച് ഞാൻ സ്വർഗത്തിലും നരകത്തിലും ഒക്കെ കിടക്കുന്നത് ഇങ്ങനെ സങ്കല്പിക്കുകയായിരുന്നു. ഒരുപാട് സമയം സ്വർഗീയ ആരാമങ്ങളിൽ കറങ്ങുന്നത്. അതോടൊപ്പം തന്നെ വഫീ സാവിയത്തിൻ നാരി അഹ്യാന, ചിലപ്പോഴൊക്കെ നരകത്തിൻ്റെ മുക്കുമൂലകളിൽ കറങ്ങുന്നതും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഫഹൽ ഫീ ദാലിക നൗം, ഇതാലോചിക്കുന്ന ഒരാൾക്ക് എവിടെ നിന്ന് ഉറക്കം വരാനാ? എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ കൂടെ പുതപ്പിട്ട് മൂടി കിടന്നെങ്കിലും ഉറങ്ങാൻ പറ്റിയിട്ടില്ല. പരലോകത്തെക്കുറിച്ചുള്ള ആലോചന, ആഖിറത്തെക്കുറിച്ചുള്ള ചിന്ത, ആ ചിന്ത എൻ്റെ ഉറക്കം കെടുത്തിക്കളഞ്ഞു എന്നാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു പരിചയപ്പെടുത്തുന്നത്. നോക്കൂ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ രാത്രി, ഞാൻ ചോദിക്കുകയാണ്, ഈ ഒരു സംഭവത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള പാഠം ആലോചിച്ചേ പറ്റൂ. ഒരു രാത്രിയിൽ കൂടുതൽ വേണ്ട. വയസ്സ് 40 ആയല്ലോ, 46 ആയല്ലോ, 56 ആയല്ലോ, 70ഉം 80ഉം ഒക്കെ വയസ്സ് പ്രായം ചെന്നവർ, സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ കൂട്ടത്തിൽ ഉമ്മമാരും ഉപ്പമാരും ഒക്കെ ഇല്ലേ? ഒന്നാലോചിക്ക്. ഈ നീണ്ട കാലയളവില് എന്തെങ്കിലും ഒരു രാത്രി, പടച്ചവനെ ഞാൻ നരകത്തിൽ കടക്കുമോ എന്ന ചിന്തയില്, എനിക്ക് സ്വർഗം കിട്ടാതെ പോകുമോ എന്ന ആലോചനയില്, സ്വർഗത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയിലും നരകത്തെക്കുറിച്ചുള്ള ആശങ്കയിലും ഒരു രാവെങ്കിലും, ഒരു മണിക്കൂർ സമയമെങ്കിലും അതിനുവേണ്ടി ഉറക്കമൊഴിച്ചു എന്ന് പറയാൻ നമ്മുടെ ചരിത്രത്തിലുണ്ടോ? ഇതാണ് ആലോചിക്കേണ്ടത്. ഉണ്ട്. നമ്മുടെ ഏടുകളിൽ ഒരുപാട് രാവുകളുണ്ട്. അതൊക്കെ എന്തിനു വേണ്ടിയാ നമ്മൾ ഉറക്കമൊഴിച്ച രാവുകളുണ്ട്, ഉറക്കില്ലാ രാവുകളുണ്ട്. പക്ഷേ കെട്ടിച്ച മകളുടെ പേരിലുള്ള കടം, ആ കടം തീരാത്തതിൻ്റെ പേരിൽ ഉറങ്ങാത്ത രാവുകളുണ്ട്. കുട്ടിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടു. അത് കാരണമായി ഉമ്മയുടെ ഉപ്പയുടെ മനസ്സ് നൊന്തു, വല്ലാതെ വേദനിച്ചു. ആ അസ്വസ്ഥതയിൽ അതാ ആ കുഞ്ഞിന് വേണ്ടി രാത്രി ഉറക്കമൊഴിച്ചിട്ടുണ്ട്. ആ ചിന്തയിൽ വാപ്പയും ഉറക്കമൊഴിച്ചിട്ടുണ്ട്, ഉമ്മയും ഉറക്കമൊഴിച്ചിട്ടുണ്ട്. പണിതുകൊണ്ടിരിക്കുന്ന വീട് പൂർത്തിയാവാത്ത ടെൻഷനില് രാത്രി ഉറങ്ങാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടുണ്ട്. നമ്മെ പിടികൂടിയ മാരകമായ രോഗം, ആ രോഗത്തിന്റെ റിസൾട്ട് കിട്ടിയോടം മുതൽ ഉറക്കം വരാത്ത രാവുകളുണ്ട്. ഇല്ല, ഒരു ദിവസം പോലും പടച്ചവനെ എൻ്റെ ആഖിറം എന്താകുമെന്ന് ആലോചിച്ച് ഉറങ്ങാത്ത ഒരു രാവ്
നമ്മുടെ ചരിത്രത്തിലുണ്ടോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ? ചിന്തിക്കണം നമ്മൾ. അങ്ങനെയൊന്ന് നമുക്കെണ്ണാനുണ്ടോ എങ്കിൽ മഹാന്മാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ രാത്രി സമയങ്ങളിൽ വളരെ കുറച്ച് മാത്രമേ ഉറങ്ങിയിരുന്നുള്ളൂ എന്നതാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സത്യം. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ നമുക്ക് ധാരാളം ഇത് കാണാൻ പറ്റും. ബഹുമാനപ്പെട്ട സ്വഹാബാ കിറാം റളിയല്ലാഹു അൻഹും അവരുടെ ജീവിതത്തിൽ ധാരാളം നമുക്കിത് കാണാൻ പറ്റും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സൂറത്തു ദാരിയാത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് കാണാം. നാളെ സ്വർഗത്തിൽ കടക്കുന്ന മുത്തഖീങ്ങള് അല്ലാഹു അവർക്ക് നൽകിയിട്ടുള്ള വിഭവങ്ങളെല്ലാം സ്വീകരിച്ച് റബ്ബിന്റെ അടുത്ത് സ്വർഗം ആസ്വദിച്ച് സ്വർഗീയ സുഖങ്ങൾ ആസ്വദിച്ച് കഴിയുന്നവരെ കുറിച്ച് പരിചയപ്പെടുത്തിയിട്ട് പറയുന്നു, കാനൂ ഖലീലം മിനൽ ലൈലി മാ യഹ്ജഊൻ. വളരെ കുറഞ്ഞ സമയം മാത്രമേ രാത്രി അവർ ഉറങ്ങാറുള്ളൂ. വളരെ കുറഞ്ഞ സമയം മാത്രമേ രാത്രി അവർ ഉറങ്ങിയിരുന്നുള്ളൂ. അതുകൊണ്ടാണ് അവർക്ക് ഇത്രയും വലിയ സുഖങ്ങൾ കിട്ടിയത്. കാനൂ ഖലീലം മിനൽ ലൈലി മാ യഹ്ജഊൻ. അവർ കിടന്നുറങ്ങിയിരുന്നത് വളരെ കുറഞ്ഞ സമയമാണ്. ഖലീലൻ എന്നുമല്ല ഖുർആൻ പറയുന്നത്, ഖലീലമ്മ. കാനൂ ഖലീലം മിനൽ ലൈലി മാ ഖലീലമ്മ. വളരെ കുറഞ്ഞ സമയം മാത്രമാണ് യഹ്ജഊൻ അവർ രാത്രിയിൽ വിശ്രമിച്ചിരുന്നത്. വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. അത്താഴ സമയങ്ങളിൽ എഴുന്നേറ്റ് പടച്ച റബ്ബിന്റെ മുമ്പിലേക്ക് കൽബ് തിരിച്ചു വെച്ച്, റബ്ബേ പറ്റിപ്പോയി, അബദ്ധം പെടഞ്ഞുപോയി, ജീവിതത്തിൽ അപാകതകൾ വന്നുപോയി, കുരുത്തക്കേടുകൾ ചെയ്തുപോയി, വികൃതികൾ ഒരുപാട് കാട്ടി, നീ തന്ന കണ്ണുകൊണ്ട് നീ കാണാൻ പാടില്ലെന്ന് പറഞ്ഞത് മാത്രം കണ്ടു, നീ തന്ന ചെവി കൊണ്ട് നീ കേൾക്കാൻ പാടില്ലെന്ന് പറഞ്ഞത് മാത്രം ഞാൻ കേട്ടു. അല്ലാഹുവേ, നീ എനിക്ക് കനിഞ്ഞു നൽകിയ നാക്കുകൊണ്ട് നീ സംസാരിക്കരുതെന്ന് പറഞ്ഞത് മാത്രം ഞാൻ സംസാരിച്ചു. നീ തന്ന കാലുകൊണ്ട് കൈകൊണ്ട് നീ തന്ന സർവ്വ അവയവങ്ങളെ കൊണ്ടും നിനക്കിഷ്ടമില്ലാത്തത് മാത്രം ചെയ്തു. എല്ലാ അവയവങ്ങളെയും മുഴുവൻ നിഅമത്തുകളെയും ദുരുപയോഗം ചെയ്ത ഒരു സാധുവാണ് ഞാൻ. ഇതല്ലേ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എനിക്കും നിങ്ങൾക്കും പറയാനുള്ളത്. നമ്മുടെ ജീവിതത്തിൽ അത്രയേ ഉള്ളൂ. നമുക്ക് മറ്റെന്തെങ്കിലും പറയാനുണ്ടോ? അവിടെയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ആലോചിക്കേണ്ടത്. മഹാന്മാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ കുറഞ്ഞ സമയം മാത്രമേ വിശ്രമിച്ചിട്ടുള്ളൂ. എന്നിട്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അത്താഴ സമയത്ത് എഴുന്നേറ്റ് നമ്മൾ പറയണം, ഇങ്ങനെയൊക്കെ ക്രമക്കേടുകൾ കാണിച്ച ഞാൻ പടച്ചവനെ നിന്നോട് ഇസ്തിഗ്ഫാർ നടത്തുന്നു, പൊറുക്കലിനെ തേടുന്നു. അല്ലാഹുവേ, എന്നോട് മാപ്പാക്കണം. വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. കണ്ടില്ലേ നിങ്ങൾ, റമദാനിലെ രാവുകളിൽ എഴുന്നേൽക്കുമ്പോഴൊക്കെയും, ഞാൻ എപ്പോഴെഴുന്നേൽക്കുന്നോ അപ്പോഴൊക്കെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു ദിക്റ് ചൊല്ലുന്നതായിട്ടാ ഞാൻ കണ്ടത് എന്ന് ബഹുമാനപ്പെട്ടവരുടെ സ്നേഹിതൻ നമ്മെ പരിചയപ്പെടുത്തിയെങ്കിൽ, മഖ്ലദ് ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു പരിചയപ്പെടുത്തിയെങ്കിൽ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ ചോദിക്കട്ടെ, നമുക്ക് റമദാനിന്റെ രാവുകൾ എത്ര കഴിഞ്ഞുപോയി? പകുതിയോളം പിന്നിട്ടില്ലേ? ഈ പകുതിയോളം പിന്നിട്ടതിൽ അത്താഴ സമയത്ത് എഴുന്നേറ്റ് ദിക്റ് ചൊല്ലുക എന്നത് റമദാനിൽ മാത്രമല്ല, എല്ലാ കാലത്തും ഉണ്ടായിരിക്കേണ്ടതാണ്, എല്ലാ കാലത്തും ഉണ്ടാകേണ്ട ഗുണമാണ്. ഇബ്രാഹിം ഇബ്നു അദ്ഹമിന് എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് ചോദിക്കട്ടെ, റമദാനിൽ അത്താഴത്തിന് വേണ്ടി പ്രത്യേകം ഇസ്തിഗ്ഫാറിന് വേണ്ടി പ്രത്യേകം എഴുന്നേൽക്കേണ്ടതില്ല. അത്താഴ സമയത്ത് ഇസ്തിഗ്ഫാർ ചെല്ലാൻ വേണ്ടി പ്രത്യേകം എഴുന്നേൽക്കേണ്ടതില്ല. അത്താഴത്തിന് എന്തായാലും എഴുന്നേൽക്കും. ഒരമണിക്കൂറൊക്കെ ഗ്യാപ്പ് സ്വാഭാവികമാണ്. ആ ഗ്യാപ്പില് വുളൂ ചെയ്ത് ഖിബലയിലേക്ക് തിരിഞ്ഞിരുന്ന് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വ അഊദു ബിക മിനന്നാർ. ഈ ദിക്റ് ഒരുപാട് തവണ എനിക്ക് ചൊല്ലണം. ഈ റമദാൻ കഴിയുമ്പോഴേക്ക് ലക്ഷക്കണക്കിന് തവണ ചൊല്ലണം എന്ന് നമ്മൾ ഓർത്തോ? നമ്മളതിന് സമയം കണ്ടോ?
ഇല്ലെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടിട്ടില്ലേ? നമ്മൾ പരാജയത്തിലല്ലേ ഉള്ളത്? നമ്മുടെ വിജയ സാധ്യതകളെ കുറിച്ച് ചിന്തിച്ചില്ല എന്നല്ലേ അതിൻ്റെ അർത്ഥം? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നല്ലോണം ആലോചിക്കണം. ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതം ഇതാണ്. ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതം നമുക്ക് മാതൃകയാവണം. ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു ആ ജീവിതത്തിലുള്ള സൂക്ഷ്മത പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. ആ ജീവിതത്തിലെ സൂക്ഷ്മത പ്രത്യേകം എടുത്തു പറയണം. ഒരിക്കൽ ഒമാനിലേക്ക് പുറപ്പെടുകയാണ്. പോകുന്ന സമയത്ത് ഒരു വാഹനം വാടകക്കെടുത്തു. ഒരു കുതിര എന്ന് സങ്കല്പിക്കുക, അല്ലെങ്കിൽ ഒരു ഒട്ടകം വാടകക്ക് വാങ്ങി. എന്നിട്ട് ഒമാനിലേക്ക് പുറപ്പെടുന്ന വഴി ഫബൈനമാ ഹുവ യസീറു ഇദ് സഖത സൗതുഹു, വാഹനത്തെ തെളിക്കുന്ന ചാട്ടവാറ് അത് ഇടക്ക് വെച്ച് വഴിയിൽ വീണുപോയി. കുറേ അങ്ങ് പോയപ്പോഴാണ് അറിഞ്ഞത് ചാട്ട വീണുപോയിട്ടുണ്ടെന്ന വിവരം കിട്ടി. തിരിച്ചറിഞ്ഞപ്പോൾ, ആ ബോധം വന്നപ്പോൾ ഫനസല അനി ദാബത്തി വറബതഹാ, ഒട്ടകത്തെ അവിടെ നിർത്തിയിട്ടു. എന്നിട്ടതിനവിടെ ആ ഒട്ടകത്തിൽ നിന്ന് ഇറങ്ങി ഒട്ടകത്തെ അവിടെ കെട്ടിയിട്ടിട്ട് ബഹുമാനപ്പെട്ടവർ വദഹബ റാജിലൻ ഹത്താ അഖദ സൗത്ത്, ചാട്ടവാറും തേടി കാൽനടയായി പോകുന്നു. അങ്ങനെ കാലിൽ നടന്നു ചെന്ന് അതെടുത്തു തിരിച്ചു വന്നപ്പം മഹാനവറുകളോടൊരാൾ ചോദിക്കുകയാണ്, ലൗ ഹവ്വൽത റഅസ ദാബതിക ഫഅഖദ്ത സൗത്ത്, നിങ്ങളാ ഓടിച്ചുകൊണ്ടിരിക്കുന്ന വാഹനം അതിനെ മൂക്കയറ് പിടിച്ച് ഒന്നിങ്ങ് തിരിച്ചാൽ, ആ വാഹനം ഒന്നിങ്ങോട്ട് തിരിച്ചോടിച്ചാൽ അത്രയും വഴി നടക്കേണ്ടതില്ലല്ലോ, നടക്കാതെ പോയിട്ട് ആ വടി എടുത്തുകൊണ്ട് വരാമായിരുന്നില്ലേ? ഇബ്രാഹിം ഇബ്നു അദ്ഹമിന്റെ മറുപടി ഫഖാല ഇന്നിസ്തഅ്ജർതുഹാ ലിദ്ദഹാബ് വലം അസ്തഅ്ജിർഹാ ലിർറുജൂഅ്, ഒമാനിലേക്ക് പോകാനേ ഞാൻ വണ്ടി വാടകക്കെടുത്തിട്ടുള്ളൂ, തിരിച്ചു പോരാൻ ഞാൻ വണ്ടി വാടകക്കെടുത്തിട്ടില്ല. അതുകൊണ്ട് മടക്കയാത്രക്ക് അത് ഉപയോഗിക്കാൻ പറ്റില്ല, എനിക്ക് തിരിച്ചറിവുണ്ട്. കണ്ടോ, സൂക്ഷ്മതയാണിത്. ഇതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുന്നത് നമ്മൾ എവിടെയാ ഉള്ളത്? ഇതൊക്കെ വെച്ച് ആലോചിക്കുമ്പോൾ ഇന്ന് നമ്മൾ എവിടെയാ ഉള്ളത്? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വാടകക്കെടുത്ത വണ്ടി അത് പലപ്പോഴും ദുരുപയോഗം ചെയ്യുന്നവരാണ് പലരും, അല്ലേ? റെന്റേ കാർ അത് ദുരുപയോഗം ചെയ്യാത്തവരാരുമില്ല. പലപ്പോഴും ഒരു നിശ്ചിത ഓട്ടത്തിന് എന്ന് പറഞ്ഞ് വാങ്ങിയാൽ പോലും എത്രയോ ഓടുകയും ആ ഓടിയതിൽ തന്നെ അത് ഓടിയ കിലോമീറ്ററുകൾ മുഴുവൻ കാണിക്കാതെ കൃത്രിമം കാണിക്കുന്നവരുമാണ്. അതൊരു മോട്ടോർ സൈക്കിൾ തുടങ്ങി കാറ് വരെ എല്ലാ വാഹനങ്ങളിലും അങ്ങനെ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കിതിലൊന്നും ഒരു വിഷയവും തോന്നുന്നില്ല. മഹാനവറുകൾ ഇതിപ്പോൾ ആ മുതലാളിയോട് പറഞ്ഞാൽ പൊരുത്തപ്പെടാനുള്ള കേസേ ഉള്ളൂ, അയാളത് പൊരുത്തപ്പെടൂല എന്ന് പറഞ്ഞ് മസിലൊന്നും പിടിക്കുമെന്ന് തോന്നുന്നില്ല. എന്നാലും ആ സൂക്ഷ്മതയുടെ പാരമ്യമാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മളാ കേട്ടത്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു ഇങ്ങനെ എത്ര ബഹുമാനപ്പെട്ട ഖലഫ് ഇബ്നു തമീം റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, ഞാൻ ഇബ്രാഹിം ഇബ്നു അദ്ഹമിനോട് ഒരിക്കൽ ചോദിച്ചു, മുന്തുകം അൻത ബി അർളി ശാം, നിങ്ങൾ ഇവിടെ ഷാമിൽ വന്നിട്ട് എത്രയായി? മഹാനവറുകളുടെ മറുപടി 24 കൊല്ലമായി ഇവിടെ വന്നിട്ട്. മറുപടി അതാണ്, 24 കൊല്ലമായി ഷാമിൽ ചുറ്റിത്തിരിയുന്നു. ഞാൻ ഷാമിലെ ചെറുപ്പക്കാരായ ഒരു കൂട്ടം ആളുകളിലേക്കാണ് ഞാൻ വന്നു വീണത്. ആ ചെറുപ്പക്കാരുടെ മുഴുവൻ പണി പാടത്ത് കൊയ്യലായിരുന്നു. ആ ടീമിലേക്കാണ് ഞാൻ വന്നു വീണത്. ഞാൻ വന്നിട്ട് അവരോട് ചോദിച്ചു, അവർ പ്രത്യേക ടെന്റ് കെട്ടി അതിലിങ്ങനെ കഴിഞ്ഞുകൂടുക. നേരം വെളുത്താൽ ആളുകൾ വരും അവരെ ജോലിക്ക് വിളിക്കാൻ ഈ ടെന്റിലേക്ക്. അവിടെ എല്ലാവരും സംഗമിക്കും. നേരം വെളുത്താൽ അണ്ണന്മാർ റോട്ടിലുണ്ടാവും. അവരെ വിളിക്കാൻ നമ്മുടെ നാട്ടുകാർ വന്നിട്ട് ഓരോരുത്തർ ഓരോ ടീമിനങ്ങനെ കൊണ്ടുപോകും പോലെ ഇതിൽ നിന്നിങ്ങനെ കൊണ്ടുപോകല. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, ഞാനും നേരം വെളുക്കുമ്പോൾ നിങ്ങളുടെ ഈ ടെന്റിലൊന്ന് വന്ന് നിന്നോട്ടെ, ഞാനും നിങ്ങളുടെ കൂടെ കൊയ്യാൻ വരാം, ഉപജീവനം വേണമല്ലോ. ആവാം. അവർ സമ്മതിച്ചു. ഞാൻ അവരുടെ കൂടെ കൊയ്ത്തു എൻ്റെ കൂലി വേലയാക്കി. ഈ പണി തുടർന്നു.
അവരെനിക്ക് ഒരാളുടെ കൂലി തരുന്നു, ഒരാൾക്ക് കൊടുക്കുന്ന കൂലി അവരെനിക്കും തന്നു. ഈ സംഘം, ആ സംഘത്തിനൊരു നേതാവ് ഉണ്ടാവും, ആ സംഘത്തിൻ്റെ നേതാവായിരിക്കും കാശ് വാങ്ങുക, എന്നിട്ട് മറ്റുള്ളവർക്കൊക്കെ കൊടുക്കും. അങ്ങനെ ഈ സംഘത്തിൻ്റെ നേതാവ് എനിക്കും തരും. എന്നാൽ അവരൊക്കെയോ കൊയ്ത്തുവേലയിൽ അവർ ഉസ്താദുമാരാണ്, പ്രാവീണ്യം നേടിയവരാണ്. അവർക്ക് കൊടുക്കുന്നത് എനിക്കും തരും. മഹാനവറുകൾ അങ്ങനെ തന്നെ പറയുന്നു, അവർക്ക് നൽകുന്ന കൂലി തന്നെ എനിക്കും തരും. ഫഖുൽതു ബൈനി വ ബൈന നഫ്സി. അപ്പം ഞാൻ സ്വകാര്യമായി ഇങ്ങനെ പറഞ്ഞു, എൻ്റെ മനസ്സിനോട് ഞാൻ പറഞ്ഞു, മാ അറാ ഹാദാ യസഉനി, ഇതെനിക്ക് നടക്കുമെന്ന് തോന്നുന്നില്ല, ഇതെനിക്ക് അനുവദനീയമാകുമെന്ന് തോന്നുന്നില്ല. ഹൗലായിൽ ഉസ്താദൂൻ, ഇവര് ജോലി അറിയുന്ന നിപുണന്മാരാണ്. വാന ലാ ഉഹ്സിനു അഹ്സുദ്, എനിക്ക് അത്ര നന്നായിട്ട് കൊയ്യാൻ അറിയില്ല, ഈ വേല എനിക്കറിയില്ല. എന്നിട്ടും ഇവർ ഈ അറിയുന്നവർക്ക് കിട്ടുന്ന ശമ്പളം മുതലാളിയിൽ നിന്ന് വാങ്ങി എനിക്ക് തരുമ്പോൾ അത് അപകടമാണ്. അപ്പൊ ഏത് പാടമാണോ കൊയ്യുന്നത് ആ പാടത്തിൻ്റെ തൊട്ടടുത്ത് ഞങ്ങൾ ടെന്റ് കെട്ടിയിട്ട് താമസിക്കും. രാത്രി ഇവർ വിശ്രമിക്കുന്ന സമയത്ത് ഞാൻ പതുക്കെ ഇവർ ഉറങ്ങിയെന്ന് കണ്ട പതുക്കെ പുതപ്പിനുള്ളിൽ നിന്ന് ഇറങ്ങി വന്ന് കുറേ ഭാഗം കൊയ്യും. കാരണം ഞാൻ ഇവരുടെ കൂടെ ജോലി ചെയ്താൽ ഇവർ ചെയ്യുന്ന അത്ര ആകൂല. അപ്പം രാത്രി ഉറക്കൊഴിച്ചിട്ട് എൻ്റെ കൂലി ഹലാലാകാൻ ഞാൻ ഇറങ്ങിയിട്ട് രാത്രി ജോലി ചെയ്യും. ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു പറയുകയാണ്, അങ്ങനെ ഞാൻ ചെയ്യുമ്പോൾ അവർ പരസ്പരം ഇങ്ങനെ സ്വകാര്യം പറയുന്നത് ഒരു ദിവസം ഞാൻ കേട്ടു. ഫസമിഅ്തുഹും യതവശ്വശൂൻ, അവരൊരു സ്വകാര്യം പറയുന്നു. ഫീമാ ബൈനഹും, പരസ്പരം അവരൊരു സ്വകാര്യം പറയുന്നു. അലൈസ ഹാദ സർഉ കാനൽ ബാരിഹ ഖായിമൻ, ഇന്നലെ ഈ വയലിലെ നെല്ലുകളൊക്കെ എഴുന്നു നിൽക്കുകയായിരുന്നു നമ്മൾ കിടക്കുമ്പോൾ. ഇന്ന് എഴുന്നേറ്റ് നോക്കുമ്പോൾ ഇതൊക്കെ മുറിഞ്ഞ് ചെരിഞ്ഞ് കിടക്കുന്നു. ഫമൻ ഹസദ, ആരാണ് രാത്രി വന്ന് ഇത് കൊയ്തത് നമുക്കറിയൂല. ആരോ ഒരാൾ ഇത് കൊയ്യുന്നുണ്ട്, നമുക്കറിയില്ല. അപ്പം ചില ആളുകൾ ഉറക്കത്തിൽ ഞാൻ കൊയ്യുന്നത് കണ്ടവരുണ്ട്. അവർ പറഞ്ഞു, ഹാദാ നറാഹു ബില്ലൈലി യഖൂമു ഫയഹ്സുദു, ഈ ആള് ചില രാത്രികളിലൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് കൊഴിയുന്നത്, എന്നും രാത്രി എഴുന്നേറ്റിട്ട് പാടത്ത് നെല്ല് കൊയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പലപ്പോഴും. അപ്പം ഞാൻ അവരോട് പറയുന്നു, ദാ നിങ്ങൾ പ്രാവീണ്യമുള്ളവരാണ്, ഈ വിഷയത്തിൽ നിപുണന്മാരാണ്. നിങ്ങൾ കൊയ്തെടുത്തിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന അതേ കൂലി നിങ്ങളുടെ കൂടെ കൊയ്യാൻ കൂടുന്ന എനിക്കും കൂടെ തരുമ്പോൾ എനിക്കത് അനുവദനീയമാകുമോ? ഞാൻ എങ്ങനെയാണ് ഒരാളുടെ കൂലി വാങ്ങുന്നത്? അത് ശരിയല്ലല്ലോ. അത് ഹലാലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പണി ചെയ്തത്. ഇതാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അവിടുത്തെ വറഅ്, ആ ജീവിതത്തിലെ സൂക്ഷ്മതയാണിത്. നമ്മൾ ആലോചിക്കണം, സൂക്ഷ്മതയാണ്. നമുക്ക് പഠിക്കാൻ മാത്രം പാഠങ്ങളുണ്ട്. ഈ പറഞ്ഞ സകല വിഷയങ്ങളിലും നമുക്കിത് കാണാൻ കഴിയും. അള്ളാഹുവിനെ പേടിയുണ്ടെങ്കിൽ മാത്രമേ ഇത് നടക്കൂ. അല്ലെങ്കിൽ ചെയ്യാത്ത പണിക്ക് ശമ്പളം കിട്ടണമെന്നാണ് തൊഴിലാളികളുടെ വെപ്പ് പലപ്പോഴും. എന്നല്ല, എങ്ങനെയൊക്കെ കൃത്രിമം കാണിക്കാൻ കഴിയോ തൊഴിലിൽ, അങ്ങനെയൊക്കെ കൃത്രിമം കാണിച്ചിട്ട് മുതലാളിയെ പിഴിയണമെന്നാണ് പലരും ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്. അവകാശപ്പെടാത്തതിനു വേണ്ടി പോലും ശബ്ദിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. അതിനുവേണ്ടി യൂണിയനുകളായി, അതിനുവേണ്ടി സംഘടനകളായി, കൂട്ടായ്മകളായി അവകാശപ്പെടാത്തതുപോലും ശബ്ദിച്ചു വാങ്ങിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം. അവിടെയാണ് ചിന്തിക്കേണ്ടത്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു അവർക്ക് മാതൃകയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു, അള്ളാഹുവിനെ ഭയപ്പെടുന്നവർക്ക് മാത്രമേ ഇത് നടക്കൂ, അല്ലാതെ ഒരാൾക്കും ഇത് നടക്കില്ല. അള്ളാഹുവിനെ ഭയപ്പെടുന്നവർക്ക് മാത്രമേ നടക്കൂ. നോക്കൂ നിങ്ങൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വിശുദ്ധ ഖുർആൻ എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നത് കാണാം. ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബി ലഹും മഗ്ഫിറത്തുൻ വ അജ്റുൻ കബീർ. സ്വർഗാവകാശികളെ പറ്റി പറയുമ്പോൾ അല്ലാഹു പറയുന്നു സൂറത്തുൽ മുൽക്കിൽ, അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ മാത്രം. ഇന്നലെ ഇതിൻ്റെ ചെറിയൊരു ഭാഗം ഞാൻ സംസാരിച്ചു. പടച്ചോനെ പേടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്? പടച്ചോനെ പേടി എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്?
മഖാഫത്തുല്ലാഹി അല്ലാ ഖശിയത്തുല്ലാഹി, തീരെ ഭയത്തിൻ്റെ നാട്യങ്ങളില്ലാതെ ഭയം എല്ലാ അർത്ഥത്തിലും അത് തികഞ്ഞ ഭയം. അതെപ്പോഴാ ഉണ്ടാകുന്നത്? അപ്പോഴേ അറബിയിൽ ഖശിയത്ത് എന്ന പ്രയോഗം നടത്താൻ പറ്റൂ. അതുകൊണ്ടാണ് ഖുർആൻ അള്ളാഹുവിനെ ഭയപ്പെടുക എന്ന് പറയുന്നിടത്തൊക്കെ ഈ പദം പറയാൻ കാരണം. ഇന്നലെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്, ഇതാ അള്ളാഹുവിനെ ഭയപ്പെടുന്നവർക്കൊരു ഗുണമുണ്ട്. അവർ ചിന്തിക്കാൻ വേണ്ടി അള്ളാഹ് പറഞ്ഞതാണ്, പടച്ചോനെ പേടിക്കുന്നവരുണ്ടെങ്കിൽ വഅസിറൂ ഖൗലക്കും അവിജ്ഹറൂ ബിഹി ഇന്നഹു അലീമും ബിദാത്തിസ് സുദൂർ. നിങ്ങൾ പരസ്യമായി പറഞ്ഞാലും രഹസ്യമായി പറഞ്ഞാലും, നിങ്ങൾ നിങ്ങളുടെ ഏത് സംഗതികൾ എത്ര രഹസ്യമാക്കിയാലും പരസ്യമാക്കിയാലും, പടച്ച റബ്ബ്, ഹൃദയ രഹസ്യങ്ങൾ അറിയുന്ന റബ്ബ് അതെല്ലാം അറിയുന്നുണ്ട്. ഇന്നഹു അലീമും ബിദാത്തിസ് സുദൂർ. അല്ലാഹു ഹൃദയ രഹസ്യങ്ങൾ അറിയുന്നവനാണ്. ഈ ബോധമാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിനെ ഇതിന് പ്രേരിപ്പിക്കുന്നത്. ഇത്രമാത്രം നിന്ന് നിസ്കരിക്കണം എന്ന പ്രേരണ ബഹുമാനപ്പെട്ടവർ ഇത്രമാത്രം സൂക്ഷ്മത പാലിച്ചുകൊണ്ട് ജോലിയെടുക്കണം എന്ന് ബഹുമാനപ്പെട്ടവരെ എന്നതിന് ബഹുമാനപ്പെട്ടവരെ പ്രചോദിപ്പിക്കാനുണ്ടായ സാഹചര്യം അതാണ്. ഇങ്ങനെ ബഹുമാനപ്പെട്ടവരുടെ ജീവിത ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു ഇതളാണ് ബഹുജന സേവനം. അതെടുത്തു പറയേണ്ടതാണ്. നമുക്കൊക്കെ ഇല്ലാതെ പോയ ഗുണമാണ്. നിസ്കരിക്കുന്നവർ കൂട്ടത്തിലുണ്ടാകും, നോമ്പ് നോൽക്കുന്നവർ കൂട്ടത്തിലുണ്ടാകും, ഖുർആൻ ഓതുന്നവർ കൂട്ടത്തിലുണ്ടാകും, അതുപോലെ തന്നെ നിർബന്ധമായ സകാത്ത് കൊടുക്കുന്നവർ കൂട്ടത്തിലുണ്ടാവും, ഇതൊക്കെ ചെയ്യുന്നവരുണ്ടാകും. പക്ഷേ പലപ്പോഴും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ജനസേവനം, ഖിദ്മത്തുൽ ലിന്നാസ്, ജനങ്ങൾക്ക് ഖിദ്മ ചെയ്യുക എന്നത് ഇത് പലപ്പോഴും കേട്ടുമറന്ന പദമാണ്. കേട്ടുമറന്ന പദമാണ്. അരുത്. ജനസേവനമാണ് ഔലിയാക്കളായ ഔലിയാക്കളെ മുഴുവനും വളർത്തിയത്. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, നമുക്കിടയിൽ ജീവിച്ചു പോയ ആഷിഖുർ റസൂൽ കുണ്ടൂർ ഉസ്താദ് ജനസേവനത്തിൽ എന്നും മുമ്പിലായിരുന്നു. എന്നും ബഹുമാനപ്പെട്ട ഉസ്താദ് മുമ്പിലായിരുന്നു. നമുക്ക് വലിയൊരു മാതൃകയാണ്. ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദ് നമുക്കിടയിൽ നിന്ന് നിറഞ്ഞു നിൽക്കുന്ന ആലിമീങ്ങള്, ആശിഖീങ്ങള്, സയ്യിദന്മാർ, അവരൊക്കെ ജനസേവനം ചെയ്യുന്നതിൽ എപ്പോഴും മുമ്പിലാണ്. മറ്റുള്ളവർക്ക് സേവനങ്ങൾ ചെയ്യണം, അവർക്ക് ഖിദ്മകൾ ചെയ്യണം. നോക്കൂ നിങ്ങൾ, ഇത് സംബന്ധമായി ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തിൽ നിന്ന്, ആ ജീവിതത്തിൽ നിന്ന് നമ്മൾ കുറേ മോഡലുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. കുറച്ചൊന്നുമല്ല. ഞാനതിൽ 1, 2, 3 നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. വളരെ ശ്രദ്ധേയമായ ചില ഭാഗങ്ങൾ. അപ്പോഴാണ് ജനസേവനത്തിന് ബഹുമാനപ്പെട്ടവര് എന്തുമാത്രം പ്രാധാന്യം നൽകിയിരുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. ബഹുമാനപ്പെട്ട സഹ്ലു ഇബ്നു ബിശ്ർ റളിയല്ലാഹു അൻഹു പറയുന്നു, മറബി ഇബ്രാഹിം ഇബ്നു അദ്ഹം വഅന അക്സിറു ഉദ ഹതബ്. ഇബ്രാഹിം ഇബ്നു അദ്ഹം, ഞാനൊരിക്കൽ ഒരു കോടാലി വായ്പ തരുമോ, ഇത് കൊത്താൻ ഒരു കോടാലി എടുത്തു. ആ കോടാലി അതിൻ്റെ പിടി തോളിൽ വെച്ചിട്ട് ബഹുമാനപ്പെട്ടവരിങ്ങനെ അങ്ങ് നടന്നുപോയി. ആ രംഗം ഞാനിങ്ങനെ കാണുകയാണ്. സഹ്ലു ഇബ്നു ബിശ്ർ പറയുകയാണ്, കുഴങ്ങിയവരെ ആരെയും, അതെത്ര ചെറിയ കേസാണെങ്കിലും എത്ര വലിയ കേസാണെങ്കിലും അവിടെ ചെന്ന് അവർക്ക് ഒരു കൈത്താങ്ങ്, അവർക്കൊരു കൈത്താങ്ങ് തന്നെ കൊണ്ട് നടത്താനാവുമെങ്കിൽ നടത്തണമെന്ന് ചിന്തിക്കുന്നയാളായിരുന്നു ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു. ഇശാ നിസ്കരിച്ചാൽ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിനുണ്ടത്രേ നാട്ടിലൂടെ ഇറങ്ങിയിട്ട് വിവിധ വീടുകളുടെ മുമ്പിലൂടെ ഒരു നടത്തം. ആ നടത്തത്തിൽ ഇങ്ങനെ ചോദിക്കുകയാണ്, പല വീടുകളുടെയും മുമ്പിൽ നിൽക്കും. ഫനാദാ ബിഅലാ സൗതിഹി, അത്യുച്ചത്തിൽ വിളിച്ചു ചോദിക്കും, മൻ യുരീദു യത്ഹൻ, മൻ യുരീദു യത്ഹൻ. ആരെങ്കിലും ഗോതമ്പ് പൊടിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടോ? ഗോതമ്പ് ഇടിച്ച് പൊടിക്കാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇബ്രാഹിം റെഡിയാണ്, ഞാൻ പൊടിച്ചു തരാം. അങ്ങനെ ഇത് എന്നും ഇശാ നിസ്കരിച്ചാൽ നമ്മളെ നാട്ടിലൊക്കെ സാധാരണ ഈ അമ്മി കൊത്താനുണ്ടോ എന്ന് പറഞ്ഞിട്ടൊരു വരവുണ്ട്. എന്നതുപോലെ പൊടി പൊടിക്കാനുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഇങ്ങോട്ട് വരുന്ന ഇബ്രാഹിം ഇബ്നു അദ്ഹമിനെ കാത്ത് കുറേ പെണ്ണുങ്ങൾ പാത്രത്തിൽ
ഇത് റെഡിയാക്കി അവിടെ വെക്കും. കാരണം ഇങ്ങനെ ഒരാൾ വെറുതെ ചെയ്തു തരാണ്ടെങ്കിൽ, എന്തായാലും മുടക്കില്ലാതെ ഒരാൾ ചെയ്തു തരാണ്ടെങ്കിൽ ആളുകളെന്നും റെഡിയാവുമല്ലോ. അപ്പോൾ പെണ്ണുങ്ങൾ ഇത് ഒരുക്കി ഇങ്ങനെ വെക്കും. ഓരോ പെണ്ണും ഇതിങ്ങനെ ഈ വരുന്ന സമയത്ത് ഈ ഗോതമ്പിൻ്റെ കൊട്ട അങ്ങോട്ട് നീക്കി വെച്ചു കൊടുക്കും. ബഹുമാനപ്പെട്ടവര് അതവിടെ നീക്കി വെച്ച് ഉമ്മ അങ്ങോട്ട് അകത്തേക്ക് പോയിക്കോ ഉണ്ടോ പറയാണ്. കാരണം എന്താ, ആ ഉമ്മാനെ കാണണ്ട, ആ ഉമ്മായിയുടെ കരം സ്പർശിക്കരുത്, അവിടെ നീക്കി വെച്ചു. എന്നിട്ട് അത് എടുത്തുകൊണ്ടുവന്ന് ബഹുമാനപ്പെട്ടവർ കുത്തി വൃത്തിയാക്കി പൊടിയാക്കി എല്ലാ പണിയും കഴിച്ച് ബഹുമാനപ്പെട്ടവർ അങ്ങോട്ട് തന്നെ കൊടുക്കും. വല്ലതും കൊടുത്താ പറയും അതിനു വേണ്ടിയല്ല, ഞാൻ നിങ്ങളോട് ചോദിച്ചത് ശമ്പളത്തിന് വേണ്ടി പൊടിക്കാനല്ല, കൂലിക്ക് വേണ്ടി പൊടിക്കാനല്ല, കൂലിയില്ലാതെ പൊടിക്കാനാ ഞാൻ വന്നത് എന്ന് പറഞ്ഞിട്ട് ആ ജനസേവനം കഴിഞ്ഞിട്ട് എത്ര വീട്ടിൽ അരി പൊടിക്കാനുണ്ടോ, ഗോതമ്പ് പൊടിക്കാനുണ്ടോ, ഇതൊക്കെ പൊടിച്ചിട്ട് പിന്നെ വീട്ടിൽ പോകും. പിന്നീട് തൻ്റെ ആത്മീയ സദസ്സിലേക്ക് കയറിപ്പോകും. അവിടെ തന്നെ കാത്തിരിക്കുന്ന കൂട്ടുകാരുണ്ടാകും, അവരുടെ അടുത്ത് ചെല്ലും. എന്നിട്ട് പിന്നീട് അവരുടെ കൂടെ വല്ല ജോലിക്കും പോകണമെങ്കിൽ പോകും. അതായിരുന്നു ബഹുമാനപ്പെട്ടവരുടെ അവസ്ഥ. അല്ലെങ്കിൽ ദിക്റിലും ദുആയിലും മുഴുകും, ക്ലാസ്സുകളിലും ചർച്ചകളിലും മുഴുകും. സഹ്ലു ഇബ്നു ഇബ്രാഹിം റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാനൊരു സമയം ഇബ്രാഹിം ഇബ്നു അദ്ഹമിനോട് കൂടെ ഒരു യാത്രയിൽ തൻ്റെ സഹയാത്രികനായി. ആ സമയത്ത് ഫഅൻഫഖ അലയ്യ നഫഖതഹു കുല്ലഹാ, ആ യാത്രയിലെ മുഴുവൻ വഴിച്ചെലവുകളും എടുത്തത്, എൻ്റെ ആ യാത്രയിലെ വഴിച്ചെലവ് മുഴുവൻ ഏറ്റെടുത്തത് ഇബ്രാഹിം ഇബ്നു അദ്ഹമ. എന്നെ കൊണ്ടൊന്നും കൊടുക്കാൻ അനുവദിച്ചില്ല. മറ്റൊരു ജനസേവനം സഹയാത്രികർക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തു കൊടുക്കാം. ബസ്സിൽ കയറിയാൽ തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ, പ്രത്യേകിച്ച് അത് കുറച്ചൊരു ഞെരുക്കമുള്ള ആളും കൂടെ ആണെങ്കിൽ, അയാൾ എൻ്റെ കൂലിയും കൂടി കൊടുക്കട്ടെ, എൻ്റെ ബസ് ഫെയറും കൂടെ അയാൾ കൊടുക്കട്ടെ എന്ന് കാത്തു നിൽക്കലല്ല ബുദ്ധി. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് പ്രഭാഷണത്തിന് വരുന്ന വഴിയിൽ ഇതിന് അവസരം കിട്ടിയവരുണ്ടാകും. കൂട്ടുകാരൻ്റെ ബസ് ഫെയർ കൊടുക്കണം. നോമ്പല്ലാത്ത കാലങ്ങളിലാണെങ്കിൽ മറ്റു ചെലവുകളുണ്ടാകും. അതാണ് വഴിച്ചെലവുകൾ. ആ വഴിച്ചെലവുകൾ മുഴുവനും ഏറ്റെടുത്തു. എന്നല്ല, ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു യാത്രയിൽ സഹയാത്രികനായപ്പോൾ അദ്ദേഹം എന്നെ കൊണ്ട് വല്ലാതെ വലഞ്ഞു. കാരണം ഫമരിദ്തു അലൈഹി, ആ പോകുന്ന വഴിയിൽ ആ യാത്രയിൽ ഞാൻ രോഗിയായപ്പോൾ എനിക്ക് പലതും തിന്നാൻ പൂതി. മഹാനവറുകൾ അങ്ങനെ തന്നെ പറയുന്നു, ഫസ്തഹൈതു ശഹ്വ, പലതും തിന്നാൻ പൂതി രോഗമായപ്പോൾ. അപ്പം അദ്ദേഹം എന്നോട് ചോദിച്ചു, എന്താ ആഗ്രഹമുള്ളത് പറയാം. അപ്പം എന്ത് പറഞ്ഞാലും ഇബ്രാഹിം ഇബ്നു അദ്ഹം അത് നിവർത്തിയാക്കി തരും. ഈ ഒരു ധൈര്യം ഉള്ളതുകൊണ്ട് ഞാനങ്ങ് പറയാൻ തുടങ്ങി. അവസാനം ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു തൻ്റെ കഴുതയെ കൊണ്ടുപോയി അങ്ങാടിയിൽ കൊണ്ടുപോയി വിറ്റു. വസ്തറാ ശഹ്വതി, എനിക്ക് പൂതിയുള്ളതൊക്കെ വാങ്ങിയിട്ട് കൊണ്ടുവന്നു. എന്നോട് പറഞ്ഞു, തിന്നോ എന്ന് പറഞ്ഞു. സഹ്ലു റളിയല്ലാഹുവിന് പറയാണ്, എനിക്ക് തിന്നാൻ പറ്റിയില്ല. ഞാൻ ചോദിച്ചു, ഇബ്രാഹിം ഫൈനൽ ഹിമാർ, നിങ്ങളുടെ കഴുത എവിടെയാ? നിങ്ങൾ അങ്ങോട്ട് വാഹനപ്പുറത്താണല്ലോ പോയത്, ഇങ്ങോട്ട് നടന്നാണല്ലോ വന്നത്. യാ അഖി ബിഅ്നാ, നമ്മളത് വിറ്റല്ലോ മോനെ. എന്തിനാ വിറ്റത്? നമുക്ക് ഈ സാധനമൊക്കെ വാങ്ങണ്ടേ, കാശില്ല. അപ്പം അത് കൊണ്ടുപോയി വിറ്റു. ഇതൊക്കെ വാങ്ങിയിട്ട് കൊണ്ടുവന്നതാണ്. ഇനി നമ്മൾ എങ്ങനെയാ വാഹനം കയറുക? എനിക്ക് നടക്കാൻ വയ്യ, രോഗിയാണ്. നിങ്ങൾക്കറിയാലോ, ആകെ ഉണ്ടായിരുന്ന ഒരാശ്രയമാണ് കഴുത, ആ വാഹനം നിങ്ങൾ വിറ്റാൽ ഇനി ഒന്ന് അങ്ങോട്ടോ നീങ്ങണമെങ്കിൽ എന്താ ചെയ്യാ? അപ്പോൾ പറഞ്ഞു, നിങ്ങൾ നടക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. യാ അഖീ അഹ്മിലുക അലാ ഉനുഖീ, പ്രിയപ്പെട്ട സുഹൃത്തെ, കുഴങ്ങണ്ട, ക്ഷീണിക്കണ്ട, സങ്കടപ്പെടണ്ട. നിങ്ങളെ ഞാൻ എൻ്റെ തോളിലിരുത്തി കൊണ്ടുപോകും, നിങ്ങളെ ഞാൻ എടുത്തു നടക്കും. നിങ്ങളുടെ വാഹനം ഇന്നു മുതൽ ഞാനാണ്. അങ്ങനെ 3 മൈലുകളോളം എന്നെ തോളിലിരുത്തിയിട്ട് നടന്നിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു. നോക്കൂ നിങ്ങൾ, എത്ര നല്ല ഇതളുകളാണ് ചരിത്രത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. മറക്കാൻ പറ്റുമോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ? ഇതുകൊണ്ടാണ് ഇമാം ഔസാഇ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ലൈസ ഫീ ഹൗലായിൽ ഖുറായി അഫ്ളൽ മിൻ ഇബ്രാഹിം ഇബ്നു അദ്ഹം ഫഇന്നഹു അസ്ഖൽ ഖൗം. പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ, സൂഫിവര്യന്മാരുടെ കൂട്ടത്തിൽ ഇല്ല ഒരാളും ഇബ്രാഹിം ഇബ്നു അദ്ഹമോളം വളർന്നവരില്ല. കാരണം ഇബ്രാഹിം ഇബ്നു അദ്ഹം വലിയ ധർമ്മിഷ്ഠനാണ്.
അതുകൊണ്ടാണ് കേട്ടോ ഇബ്രാഹിം ഇബ്നു അദ്ഹമിന് ഇത്രയും വലിയ മഹത്വമുണ്ടാകാൻ കാരണം. ഇബ്രാഹിം ഇബ്നു അദ്ഹം വലിയ ധർമ്മിഷ്ഠനാണ്. ഇങ്ങനെ എല്ലാവർക്കും ആവശ്യമുള്ളവരെ മുഴുവൻ സഹായിച്ച് അവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പ്രിയപ്പെട്ട സഹോദരിമാരെ, ഓർക്കുക നല്ല ഒരു സംഭവം. ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു ഒരു വീട്ടിൻ്റെ അടുത്തുകൂടെ അങ്ങനെ പോകുമ്പോൾ സമിഅ സൗത ഇംറഅത്തിൻ തസീഹ്, ഒരു പെണ്ണ് വീട്ടിനകത്തു നിന്ന് നിലവിളിക്കുന്നത് കേട്ടു, അട്ടഹസിക്കുന്നത് കേട്ടു. അപ്പൊ അവിടെ നിന്നു. അത്തരം ദീനരോധനങ്ങൾ കേൾക്കാതെ പോകാൻ പറ്റില്ല. എന്താണ് ആർപ്പുവിളി എന്ന് മഹാനവർകൾ അവിടെ നിന്നിട്ട് ചോദിക്കുകയാണ്. അവിടെ ഒരു പെണ്ണ് ആർത്ത് കരയുന്നു. എന്തിനാണത്? മാലിഹാദിഹി, എന്താണ് അവൾക്ക് പറ്റിയത്? ഖാലൂ തലിദ്. അപ്പോ ആ വീട്ടുകാർ പറഞ്ഞു, ഒരുത്തി പ്രസവ നോവ്, പേറ്റുനോവ് പ്രസവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പേറ്റുനോവ് സഹിക്കാനാവാതെ കരയുകയാണ്. ഓ, അങ്ങനെയാണോ? പാവപ്പെട്ട ഒരു പെണ്ണല്ലേ, ആരുമില്ലേ ഈ പെണ്ണിന്റെ കാര്യം നോക്കാൻ? ഒരാളുമില്ല. എന്താണ് ഈ പെണ്ണിന് വേണ്ടത്? അപ്പൊ പറഞ്ഞു, ഒരല്പം ആട്ടപ്പൊടി കിട്ടിയാൽ കുഴപ്പമില്ല, ഒരല്പം ഒലീവ് ഓയിലും അല്പം മാംസവും അല്പം തേനും. അല്ലേ, പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകൾക്ക് സാധാരണ കിട്ടുന്ന ഇത്തരം വിഭവങ്ങളൊക്കെ, ഇതൊക്കെ ഒന്ന് കിട്ടിയാൽ ഇവൾക്ക് കൊടുക്കാമായിരുന്നു എന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ടവർ ഉടനെ തന്നെ അങ്ങാടിയിൽ പോയി ഒരു കുട്ട നിറയെ ഈ സാധനങ്ങളൊക്കെ ശേഖരിച്ച്, ആട്ടപ്പൊടിയുണ്ട്, ഒലീവ് ഓയിലുണ്ട്, മാംസമുണ്ട്, തേനുണ്ട്, നെയ്യുണ്ട്, എല്ലാം ഒരുക്കിയിട്ട് വഹമലഹു അലാ റഖബതിഹി ഇലൽ ബാബ്, ഈ പെണ്ണിന്റെ വാതിൽപ്പടിയിലേക്ക് അത് ചുമലിൽ വെച്ച് ചുമന്നു കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു, ഖുദൂ, പിടിച്ചോളൂ, ഇതെടുത്തു വെച്ചോളൂ. ഈ വീട്ടിൽ പേറ്റുനോവ് അനുഭവിച്ച് കരയുന്ന പെണ്ണിനെ ഞാൻ നേരത്തെ കേട്ടു, ഇത് അവൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞ് അങ്ങ് നീക്കി വെച്ചു. നേരെ ഇങ്ങ് പോന്നു. ആ സമയത്ത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആ നാട്ടിലെ ഏറ്റവും ദരിദ്രമായ വീടായിരുന്നു ആ വീട് എന്ന് ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹമിന് പിന്നീട് തിരിച്ചു പോരുമ്പോൾ അറിയാൻ കഴിഞ്ഞു. മാത്രമല്ല, ആ നാട്ടിൽ ഏറ്റവും കൂടുതൽ പടച്ചോനെ പേടിച്ച് ജീവിക്കുന്ന വീടുമായിരുന്നു. അതുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു കാരണമുണ്ടാക്കി കൊടുത്തതാണ് ഇബ്രാഹിം ഇബ്നു അദ്ഹമിന് അങ്ങെത്തിച്ചു കൊടുത്തത്. ഇബ്രാഹിം ഇബ്നു അദ്ഹം വേണ്ടതൊക്കെ ചെയ്തു. ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹമിന്റെ ജനസേവനം തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ മുമ്പിൽ വളരെ പ്രശസ്തമാണ്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹമിന്റെ കൂടെ നിൽക്കുന്ന കുറെ ആളുകളുണ്ട്. അവിടുത്തെ ആത്മീയ മജ്ലിസിൽ ഒത്തുകൂടുന്ന കുറെ കൂട്ടുകാർ, നേരത്തെ പറഞ്ഞതൊക്കെ അതിൽപ്പെട്ട ചിലരാണ്. ആ സമയത്ത് ഇബ്രാഹിം ഇബ്നു അദ്ഹമിന്റെ കൂട്ടുകാർ ഒരു ദിവസം രാത്രി പറയുന്നു, ഇന്നത്തെ രാത്രി നമ്മൾ ഇവിടെ പാത്രത്തിലുള്ളത് മുഴുവനും നമ്മൾ കഴിച്ചാലോ? പാത്രത്തിലുള്ളത് മുഴുവനും നമ്മൾ അങ്ങോട്ട്, ചട്ടിയിലുള്ളത് മുഴുവൻ നമ്മൾ കഴിച്ചാലോ എന്ന് ചോദിച്ചു. കലത്തിലുള്ളതൊക്കെ നമ്മൾ തിന്നാലോ? അതെന്താ കാരണം? ഇവരിങ്ങനെ ഒരു അഭിപ്രായം പ്രകടിപ്പിക്കാനുണ്ടായ കാരണം എന്താണ്? ഇവർ പറഞ്ഞു, ഈ ഇബ്രാഹിം ഇബ്നു അദ്ഹം പള്ളിയിൽ നിന്ന് ഇശാവൊക്കെ കഴിഞ്ഞ്, സുന്നത്തും കഴിഞ്ഞ്, പിന്നെ ഔറാദുകളൊക്കെ കഴിഞ്ഞ് നമ്മളൊക്കെ എത്തിയാലും മൂപ്പര് വരുന്നില്ല. അപ്പം മൂപ്പരെ കാത്ത് നമ്മൾ കുറേ നേരം ഇങ്ങനെ കാത്തിരിക്കണം ഭക്ഷണം കഴിക്കാൻ. ഒരു കാര്യം ചെയ്യും, ഇന്ന് നമ്മളുള്ളതൊക്കെ അടുത്ത് തിന്നുക. അപ്പോൾ ഒന്നും കഴിക്കാനില്ലാതെ ആകുമ്പോൾ നാളെ മൂപ്പര് നേരത്തെ വന്നോളും പറഞ്ഞു. അപ്പോൾ ഒരു തമാശ മട്ടിലുള്ള ഒരു വികൃതി അവർ കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, നമുക്ക് വേഗം ഉറങ്ങാറ്, ഒന്നും ഉണ്ടാവരുത്. ഫലം യജിദ് ശൈഅ അജില ലൈലത്തൻ ഉഖറ, എന്നാ നാളെ നേരത്തെ വരും. ഒന്നും കിട്ടാതെ വരുമ്പോൾ ഇവർ ഇശാ നിസ്കരിച്ച് ഔറാദുകളൊക്കെ കഴിഞ്ഞ് ഇവർ നേരത്തെ എത്തി വേഗം ജവനയിലുള്ളത് മുഴുവനും ഇവർ കാലിയാക്കി. എല്ലാം കാലിയാക്കിയിട്ട് കലത്തിലുള്ളത് മുഴുവനും കാലിയാക്കിയിട്ട് ഇവർ വേഗം പുതപ്പ് മൂടി സുഖമായിട്ട് കിടന്നു. ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം വളരെ വൈകി വരികയാണ്. വരുമ്പോൾ
ഈ സാധുക്കളൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇബ്രാഹിമിന് അദ്ദേഹം വന്നിട്ട് നേരെ കലത്ത് പോയി നോക്കി, ഒരു സാധനവുമില്ല. അപ്പോൾ ഇബ്രാഹിമിന് അദ്ദേഹം പറയാണ്, ശുദ്ധ മനസ്കരുടെ മനസ്സ്, അതാണ് നമ്മളിവിടെ വായിക്കേണ്ടത്. ഇബ്രാഹിമിന് അദ്ദേഹം ഇങ്ങനെ പറയാ, എന്റെ കൂട്ടുകാർ രാത്രി ഭക്ഷണം, പ്രധാന ഭക്ഷണം കഴിക്കാതെ, അങ്ങനെയാണല്ലോ ഇവർ, ഡിന്നർ ഇല്ലാതെയാണല്ലോ ഇവർ ഉറങ്ങിയത്, രാത്രി ഭക്ഷണം കഴിക്കാതെയാണല്ലോ ഇവർ കിടന്നത് എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ടവര് അതാ ഗോതമ്പ് എടുത്ത് പൊടിച്ചു, വിളക്ക് കത്തിച്ച് ഗോതമ്പ് പൊടിച്ചു, റൊട്ടി ഉണ്ടാക്കി, എല്ലാം റെഡിയാക്കി പാചകം ചെയ്തിട്ട് സുമ്മനബ്ബഹും അവരെ പോയിട്ട് വിളിച്ചുണർത്തി. ഇജ്ലിസു, എഴുന്നേറ്റിരിക്കൂ, എഴുന്നേറ്റിരിക്കൂ. മാ കുന്തും തഅമലൂന ലക്കും അശാഅൻ ഖബ്ല അൻ തർഖുദൂ. ഉറങ്ങണതിന് മുമ്പ് വല്ലതും, രാത്രി പട്ടിണി കിടക്കേണ്ട കാര്യമില്ലല്ലോ. ഉറങ്ങുന്നതിൻ്റെ മുമ്പ് രാപ്പട്ടിണിക്ക് എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട്, അന്തിപ്പട്ടിണിക്ക് എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് ഉറങ്ങിക്കൂടെ എന്ന് ചോദിച്ചപ്പോ ഇവർ പരസ്പരം ഫനദറ ബഅ്ദുഹും ഇലാ ബഅദ്, ഈ വേല ഒപ്പിച്ച ആളുകളാണല്ലോ ഇവർ പരസ്പരം അങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ഉൻദുറു അയ്യ ശൈഇൻ അറദ്നാ ബിഹാദ ശൈഖ് വ അയ്യ ശൈഇൻ അമില ബിനാ. ആലോചിച്ചേ പറ്റൂ. ഇവർ പരസ്പരം പറഞ്ഞു, നമ്മൾ ഇയാളെ കൊണ്ട് ലക്ഷ്യം വെച്ചത് എന്താണ് എന്ന് നമുക്കറിയാം, നമ്മളെന്താ ഉദ്ദേശിച്ചത്. പക്ഷേ ഈ ശൈഖ് നമ്മളെ കൊണ്ട് ഉദ്ദേശിച്ചതും പ്രവർത്തിച്ചതും നിങ്ങൾ കണ്ടില്ലേ, എത്ര നല്ല മനസ്സ്, ഇയാളോടാണല്ലോ നമ്മൾ ഈ പരാക്രമം ചെയ്തത് എന്നിവർ പറയാണ്. ബഹുമാനപ്പെട്ടവർ തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് വേണ്ടി ചെയ്യുന്ന ഹിദ്മ, ഇങ്ങനെ ധാരാളം സംഭവങ്ങൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ധാരാളം നമുക്ക് കാണാൻ കഴിയുന്ന ഒരുപാട് സംഭവങ്ങൾ, ജനസേവനത്തിന് ഉദാഹരണങ്ങൾ ഒന്നോ രണ്ടോ മൂന്നോ അല്ല, ഇഷ്ടം പോലെയുണ്ട്. ബഹുമാനപ്പെട്ടവർ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു കൂട്ടുകാരുടെ മുമ്പിൽ ഹീറോ ചമഞ്ഞു നിൽക്കാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല, അത് ഇഷ്ടവുമില്ലായിരുന്നു. ഒരു ദിവസം ഇവർ പറയാണ്, ഒരു ദിവസം ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിനോട് ഇവർ പറയാണ്, നിങ്ങൾ ഞങ്ങളുടെ നേതാവാണ്, അന്ത ശൈഖുനാ കുന്ത അമീറ ബൽഖ്, നിങ്ങൾ അന്ന് ബൽഖ് വിടുന്നതിൻ്റെ മുമ്പ് ബൽഖിലെ കൊട്ടാര രാജാവായിരുന്നു. നിങ്ങൾ ഇന്ന് ഞങ്ങളുടെ കൂടെ നിൽക്കുമ്പോൾ ഇവിടെ ഞങ്ങളുടെ അമീർ, ഞങ്ങളുടെ നേതാവ് നിങ്ങളാണ്. അതുകൊണ്ട് ആ ഒരു നേതൃപട്ടം നിങ്ങൾ നേരിട്ട് ഏറ്റെടുക്കണം എന്ന് ബഹുമാനപ്പെട്ടവരോട് പറയുമ്പം ഫക്കുൻ അമീറല്ലനാ, ഞങ്ങളെ നേതാവാക്കി നിങ്ങളെ ഞങ്ങൾ തെരഞ്ഞെടുക്കുകയാണ് എന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം പറയാണ്, ഇന്നി തറക്തുൽ മുൽക വദഖൽതു ഫീ സിൽകിൽ ഫുഖറാ. അധികാരങ്ങളൊക്കെ വലിച്ചെറിഞ്ഞ് സാധുക്കളുടെ ജീവിതമാർഗത്തിൽ പ്രവേശിച്ചവനാണ് ഞാൻ. ഇനി എനിക്ക് അധികാരങ്ങൾ വേണ്ട, നിങ്ങളുടെ നേതാവാകാൻ ഞാനില്ല. ഫകൂനു അലയ്യ ഉമറാ, നിങ്ങളൊക്കെ എൻ്റെ നേതാക്കന്മാരായി ഞാൻ വേണമെങ്കിൽ അംഗീകരിച്ചോളാം. ഹത്താ അകൂന തഹ്ത അംരിക്കും, നിങ്ങൾക്ക് എന്തും എന്നോട് കൽപ്പിക്കാം, ഞാനതെന്തും നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരും. ഫഅലഹു അലൈഹി, അപ്പൊ ഇവർ നിർബന്ധിച്ചു, ഷടിച്ചു, പറ്റൂല, നിങ്ങൾ തന്നെ ഞങ്ങളുടെ നേതാവാക്കാൻ ഞങ്ങളെ കൂട്ടത്തിൽ നിങ്ങളെ പറ്റുള്ളൂ, അതുകൊണ്ട് അമീറാക്കി തെരഞ്ഞെടുക്കുകയാണ്, അത് വിസമ്മതിക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ ബഹുമാനപ്പെട്ടവരവിടെ കാണിച്ച ഒരു വിദ്യ, ഇത് പ്രത്യേകം ശ്രദ്ധേയമാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, ഇങ്ങനെ രസകരമായൊരു സംഭവം വരുന്നുണ്ട്. ലീഡർഷിപ്പ് ഏറ്റെടുക്കാൻ അനുയായികൾ നിർബന്ധിക്കുന്നു, നിർബന്ധത്തിന് വഴങ്ങി ഏറ്റെടുത്തതിൽ പിറകെ പിന്നെ അനുയായികൾ കുടുങ്ങി. അപ്പൊ പറഞ്ഞു, ഇൻകാനല ബുദ്ധ ഫബിശർത്തിൻ വാഹിദ്, അത്യന്താപേക്ഷിതമാണെങ്കിൽ, കൂടാതെ പറ്റൂലേ, ഞാൻ നേതാവായേ പറ്റുള്ളൂ, എങ്കിൽ ഒരു ഡിമാൻഡ് ഉണ്ട്, അത് ലംഘിക്കരുത്. ഇവർ ചോദിച്ചു, മാഹു, എന്താണത്, എന്താണ് ആ ഡിമാൻഡ്, പറയൂ, എന്ത് ഷർത്താണ്, എന്ത് കണ്ടീഷനാ നിങ്ങൾക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്? അവിടുന്ന് പറഞ്ഞു, അൻതുഅതു അഹ്ദം ബില്ലാഹ് അലാ അന്നമാ അലാ അന്ന കുല്ലമാ അഖൂലു ലക്കും തഖ്ബലൂനഹു വമാ ആമുറുക്കും ബിഹി തഫ്അലൂനഹു.
ഞാൻ നേതാവായാൽ പിന്നെ ഒരു തീരുമാനമുണ്ട്, അത് നിങ്ങൾ അംഗീകരിക്കണം. ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾ കേട്ടോളണം, ഞാൻ എന്ത് കൽപ്പിച്ചാലും അത് പിന്നെ ചെയ്യാതിരിക്കുന്നൊരു ചുറ്റുപാടുണ്ടാവരുത് കേട്ടോ. ഇവർ പറഞ്ഞു ഞാൻ അതിന് റെഡിയാണ്, അതിനല്ലേ നിങ്ങൾ നേതാവാകണമെന്ന് പറഞ്ഞ്, അതിനാണ് നിങ്ങൾ നേതാവാകണമെന്ന് പറഞ്ഞു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയാൻ പറ്റില്ല, പറഞ്ഞാൽ കോലം മാറും. ആവട്ടെ, ഞങ്ങൾ നിങ്ങൾ എന്തു പറഞ്ഞാലും അംഗീകരിക്കും. എന്നാൽ എന്നെ നേതാവായി വായിച്ചോളൂ എന്ന് പറഞ്ഞു. നേതാവായി തിരഞ്ഞെടുത്തു. എല്ലാം കഴിഞ്ഞതിന് ശേഷം ബഹുമാനപ്പെട്ടവർ ഒരു യാത്ര തുടരുകയാണ്. ഒരു യാത്ര പുറപ്പെടാൻ ഒരുങ്ങുന്നു. മഹാനവറുകൾ ചോദിച്ചു, ഞാനല്ലേ നിങ്ങളുടെ അമീർ? അതെ. ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾ കേൾക്കണം കേട്ടോ? അതെ, കേൾക്കാൻ തയ്യാറാണ്. ഹാത്തു ഇലയ്യ ജമീഅ മാ മഅകും മിനൽ മതാഅ്, നിങ്ങളുടെ ലഗേജുകൾ മൊത്തം ഇങ്ങ് കൊണ്ടുവാ, കെട്ടിവെച്ച ലഗേജുകൾ മൊത്തം ഇങ്ങ് കൊണ്ടുവാ. പറഞ്ഞാൽ കൊണ്ടുവരില്ല എന്ന് നിവൃത്തിയില്ല, കൊണ്ടുവന്നു. ഇനി എന്താ? അവർ അദ്ദേഹത്തിൻ്റെ സന്നിധാനത്തിൽ അതെത്തിച്ചു. അതെടുത്തു, വലിയ ഒരു പൊക്കണത്തിൽ കെട്ടി അത് തലയിലേക്ക് എടുത്തു വെച്ച് നടക്കുന്നു. ഇബ്രാഹിം ഇബ്നു അദ്ഹം പോന്നോളൂ പിന്നാലെ. സുബ്ഹാനല്ലാഹ്, ഇവർക്ക് പറയാൻ ധൈര്യം വരുന്നില്ല. ഇനി എന്ത് ചെയ്യും പടച്ചവനെ? നമ്മൾ അദ്ദേഹത്തിന് വല്ല ഖിദ്മയും ചെയ്യാൻ പറ്റുമോ നോക്കിയിട്ടാണ് അദ്ദേഹത്തെ അമീറാക്കിയത്. പക്ഷെ ഇദ്ദേഹം ഇപ്പോൾ എല്ലാവർക്കും അമീറായി, എല്ലാവർക്കും ഖിദ്മ ചെയ്തു ഒപ്പത്തിനൊപ്പം. പക്ഷേ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, വല്ലതും മറുത്ത് പറഞ്ഞാൽ സ്വഭാവം മാറും. അപ്പം അതുകൊണ്ട് സഹിച്ച്, ഇഷ്ടമുണ്ടായിട്ടല്ല, സഹിച്ച് മഹാനവറുകളുടെ പിന്നാലെങ്ങനെ നടന്നു. ബഹുമാനപ്പെട്ടവരിതെടുത്ത് നടക്കുമ്പോൾ ബഹുമാനപ്പെട്ടവരിങ്ങനെ പറയാണ്, സയ്യിദുൽ ഖൗമി ഖാദിമുഹും, സയ്യിദുൽ ഖൗമി ഖാദിമുഹും, സയ്യിദുൽ ഖൗമി ഖാദിമുഹും. ഒരു ഖൗമിൻ്റെ നേതാവെന്ന് പറഞ്ഞാൽ അവർക്ക് സേവനങ്ങൾ അർപ്പിക്കുന്ന ഖാദിമാണ്. സ്വദഖ റസൂലുള്ളാഹി, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ വാക്കാണ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊക്കെ ചക്കര പറഞ്ഞ്, ഈ ചക്കര വാക്കുകൾ പറഞ്ഞ് പ്രസംഗിച്ച് അങ്ങ് പോയതല്ല. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ചിന്തിച്ചോളൂ. അല്ലാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊക്കെ വെറുതെ അങ്ങ് പറഞ്ഞു വെച്ച് അങ്ങ് പോയതല്ല മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറിച്ച് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ അത് നന്നായി കാണിച്ചു കൊടുത്തിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ നന്നായി കാണിച്ചിട്ടുണ്ട്. ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി ഒരു മജ്ലിസ്, ആ മജ്ലിസിൽ തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോടൊപ്പം ഇരിക്കുമ്പോൾ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആരോ കൊണ്ടുവന്ന് ഒരാട്ടിൻകുട്ടിയെ ഹദിയയായി സമർപ്പിക്കുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ആട്ടിൻകുട്ടിയെ ഹദിയയായി ലഭിച്ചപ്പോൾ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കുറേ ദിവസമായില്ലേ ഒരാട്ടുമാംസം കഴിച്ചിട്ട്? അതെ, കുറേ ആയി നബിയെ, ആട്ടുമാംസം തിന്നിട്ട് കുറേ ആയി. കുറേ ആയിട്ട് നല്ല നേരത്ത് ലഭിക്കുകയാണ് നമുക്കൊരു ആട്ടിൻകുട്ടിയെ ഹദിയയായിട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നാൽ നമ്മളത് ഉണ്ടാക്കി ഭക്ഷിക്കല്ലേ, ഉണ്ടാക്കി കഴിക്കല്ലേ? ഹബീബായ റസൂലുള്ളാഹി ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞു, അതേ നബിയെ, ഞങ്ങൾ തയ്യാറാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു. നബി തങ്ങൾ പറഞ്ഞു, ഇത് റെഡിയാക്കിക്കോ, ഈ ആട്ടിൻകുട്ടിയെ അറുത്ത് നമുക്കിതിൻ്റെ മാംസം ഉണ്ടാക്കാം. അപ്പോഴേക്ക് സ്വഹാബത്തിൻ്റെ കൂട്ടത്തിൽ നിന്നൊരാൾ എഴുന്നേറ്റു. പ്രിയപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഖാക്കളിൽ ഒരാൾ എഴുന്നേറ്റ് നിന്നിട്ട് പറയുകയാണ്, അലയ്യ ദബ്ഹുഹാ, ആ ആടിനെ അറുക്കുന്ന ബാധ്യത ഞാൻ ഏറ്റു, അറുക്കുന്ന ഉത്തരവാദിത്തം ഞാൻ ഏറ്റു, അറവ് ഞാൻ കഴിച്ചോളാം. അത് ശരി, അറവ് നിങ്ങൾ കഴിക്കൂലേ? അപ്പോൾ വേറൊരാൾ എഴുന്നേറ്റിട്ട് പറഞ്ഞു, നിങ്ങൾ അറക്കുമെങ്കിൽ അലയ്യ സൽഹുഹാ, ഞാനത് തൊലിയുരിഞ്ഞോളാം, തോല് പൊളിക്കാൻ എനിക്ക് നല്ല സാമർത്ഥ്യമായി, ഞാൻ ചെയ്തോളാം. അപ്പൊ മറ്റൊരാൾ എഴുന്നേറ്റിട്ട് പറഞ്ഞു, അലയ്യ ഖത്ഉഹാ, അത് വെട്ടി നുറുക്കി കഷ്ണിക്കുന്ന കാര്യം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു, അലയ്യ ഖത്ഉഹാ. വേറൊരാൾ എഴുന്നേറ്റിട്ട് പറയുന്നു, അലയ്യ ത്വബ്ഹുഹാ, അത് പാചകം ചെയ്യുന്ന കാര്യം ഞാനും ഏറ്റു. അപ്പോഴാണ് ഹബീബ് റസൂലുള്ളാഹി എഴുന്നേറ്റ് നിൽക്കുന്നത്. ഹബീബ് ഒരു അഭിപ്രായവും പറഞ്ഞില്ല. ഹബീബ് അഭിപ്രായം പറയാൻ എഴുന്നേറ്റ് നിൽക്കുകയാണ്. ഇനി എന്താ അഭിപ്രായം പറയാനുള്ള? വിളിക്കും, നിങ്ങൾ കഷ്ണിക്കും,
നിങ്ങൾ പാചകം ചെയ്യുമല്ലേ, എങ്കിൽ എനിക്കും വേണ്ടേ ഒരു പണി, ഞാൻ വെറുതെ തിന്നാമോ? എനിക്കും വേണ്ടേ ഒരു പണി, ഞാനൊരു പണി ഏറ്റെടുക്കുന്നു. സഹാബത്ത് ഇങ്ങനെ ചിന്തിക്കുകയാണ്, എന്താണത്? നബിതങ്ങൾ പറഞ്ഞു, ഇത് പാചകം ചെയ്യാൻ വിറക് വേണ്ടേ? അലയ്യ ജംഉ ഹതബിഹാ. എവിടെയാണ് വിറകുള്ളത്? കാട്ടിൽ പോയി വിറക് ശേഖരിക്കുന്ന പണി മുഹമ്മദ് ഏറ്റെടുത്തു, സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പോൾ സഹാബത്ത് ഒന്നടങ്കം ഒരൊറ്റ നാക്കുകൊണ്ട് പറഞ്ഞു, സനക്ഫീകൽ അമല യാ റസൂലല്ലാഹ്, സനക്ഫീകൽ അമല യാ റസൂലല്ലാഹ്. അരുത് തങ്ങളെ, അരുത്. ഞങ്ങൾ തങ്ങൾ ഇതിൽ ഇടപെടാൻ വേണ്ടി പറഞ്ഞതല്ല. ആ ഭാഗം ഞങ്ങൾ ആരും ഓർത്തിട്ടുമില്ല. തങ്ങളെ പണി ഞങ്ങൾ എല്ലാവരും കൂടെ കൂടിയെടുത്തോളാം. സനക്ഫീകൽ അമല യാ റസൂലല്ലാഹ്, ഞങ്ങൾ എല്ലാവരും കൂടെ ആണ് ചെയ്തു തരാം നബിയേ എന്ന് പറഞ്ഞു. നബി തങ്ങൾ പറഞ്ഞു, ഇന്നി അഅലം അന്നകും സതക്ഫൂനനിൽ അമൽ. എന്റെ പണി നിങ്ങൾ എല്ലാവരും കൂടെ ചെയ്ത് എന്നെ സഹായിക്കുമെന്ന് എനിക്കറിയാത്തത് കൊണ്ടല്ല, വലാകിന്നി അക്റഹു അൻ അതമയ്യസ ഫീകും. നിങ്ങളിലേക്ക് ഇറങ്ങി വരാതെ, നിങ്ങളിൽ ഒരാളായി ജീവിക്കാതെ ഒരിക്കലും ഞാനൊരു പ്രത്യേക ചെയറിലിരുന്ന് സുഖിക്കാൻ എനിക്കിഷ്ടമില്ല. ഒരു പ്രത്യേക ചെയറിലിരുന്ന് സുഖിക്കാൻ എനിക്കിഷ്ടമില്ല. നിങ്ങളിൽ വ്യതിരിക്തനായി നിൽക്കാൻ എനിക്കിഷ്ടമില്ല. ഞാൻ നിങ്ങളിൽ ഒരാളായിട്ട് നിങ്ങളിലേക്ക് ഞാൻ ഇറങ്ങി വരികയാണ്. അത്രേ എനിക്ക് സാധിക്കൂ. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിറക് വെട്ടാൻ പോകുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊക്കെ വെറുതെ പഠിപ്പിച്ചു പോവുകയല്ല ചെയ്തത്, മാതൃക കാണിച്ചു.